ഞാനൊരു വെറുതെ തമാശക്ക് പറയുകയല്ല. ഉമ്മമാര് വളരെ കാര്യബോധത്തോടെ ചിന്തിക്കണം. നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഈമാൻ തെറ്റിയ ഒരു അംഗം ഉണ്ടാകരുത്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അതാണ് പ്രശ്നം. നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ, നല്ല നിലയ്ക്ക് ജീവിച്ചിരുന്ന കുടുംബം, ആ കുടുംബത്തിലേക്ക് ഒരു പുതിയ ആപ്പിള കയറി വന്നു. പുതുമാരൻ നല്ല സമ്പന്നനാണ്, പക്ഷേ അവനൊരു കുഴപ്പമുണ്ട്. നിസ്കാരമൊക്കെ കൃത്യമാണ് ഉസ്താദേ, നോമ്പൊക്കെ റെഡിയാണ്, ദാനധർമ്മം ചെയ്യാനും ഒരുക്കമാണ്, വിശ്വാസം വികലമാണ്. നഊദു ബില്ലാഹ്. അതിനേക്കാൾ വലിയ രോഗം വേറെയൊന്നില്ല. വിശ്വാസരംഗത്ത് വൈകല്യം സംഭവിച്ച ഒരു മെമ്പർ വന്നോ, ഘട്ടം ഘട്ടമായി അവന്റെ രോഗം മറ്റുള്ളവരിലേക്ക് ഗ്രസിക്കുന്നതിന്റെ മുമ്പ്, പടർന്നു പിടിക്കുന്നതിന്റെ മുമ്പ് ട്രീറ്റ്മെന്റ് ചെയ്യണം. അല്ലെങ്കിലോ ഘട്ടം ഘട്ടമായി ഓരോ കണ്ണിയായി കുടുംബത്തിലെ അംഗങ്ങൾ മുഴുവനും ഘട്ടം ഘട്ടമായി അവന്റെ വിദേഹത്തിലേക്ക് പോകും. വിദേഹത്തിലേക്ക് പോയി പിന്നെ അത് കട്ടിയായി നിഫാഖായി മാറും. വിദേഹത്ത് കട്ടിയായി നിഫാഖായി മാറിയാൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് കുഫറായി പോകും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വിദേഹത്ത് തന്നെ രണ്ടൈറ്റം വിദേഹത്തുണ്ട്. ജമ്മുൽ ജവാമി ഓതിയ മുത്തഅല്ലിമുകൾ അടക്കമുള്ളവർക്കറിയില്ലേ, കാഫിറാകുന്ന തരത്തിലുള്ള വിദേഹത്തുണ്ട്, അല്ലാത്ത വിദേഹത്തുണ്ട്. രണ്ടും പ്രശ്നം തന്നെയാണ്. കാഫിറാകുന്ന തരത്തിലുള്ള വിദേഹത്തല്ലെങ്കിലും അന്ത്യം മോശമാകും. ആ വിദേഹത്തും പേടിക്കേണ്ടത് തന്നെയാണ്. സഹോദരങ്ങളെ, വിദേഹത്തിന്റെ ചുവയുള്ള ഒരു മനുഷ്യൻ ഒരു കുടുംബത്തിലേക്ക് കയറിക്കൂടി, ഘട്ടം ഘട്ടമായി ആ കുടുംബത്തിലെ മൗലിദ് നിർത്തി, സ്വലാത്ത് നിർത്തി, ബദർ ബൈത്ത് നിർത്തി, അസ്മാഉൽ ബദർ നിർത്തി, തബാറക ഓതുന്നത് നിർത്തി, ഇദാ വഖഅത്ത് ഓതുന്നത് നിർത്തി, ഹദ്ദാദ് ചൊല്ലുന്നത് നിർത്തി. പരിഷ്കാരങ്ങൾ മാത്രം ആ കുടുംബത്തിന്റെ ഓരോ കണ്ണികളിലും അയാൾ താല്പര്യപ്പെടുത്തി. പരിഷ്കാരങ്ങളിൽ ആ കുടുംബത്തെ അയാൾ മുഴുവനും കൊണ്ടുപോയി ഇരുത്തി. ആ കുടുംബത്തിൽ ഒരുപാട് കാലം ഹദ്ദാദ് ചൊല്ലിയിരുന്ന ഉമ്മ ഈ ഒരു പുതിയ മെമ്പർ വന്നതോടെ അവന്റെ ജൽപ്പനങ്ങൾക്ക് കീഴിൽ പെട്ടുപോയിട്ട് ഹദ്ദാദ് റാത്തീബ് ഒഴിവാക്കി. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. എത്ര പരിശുദ്ധമായ ദിക്റുകളാണ് ഹദ്ദാദ് റാത്തീബിലുള്ളത്. ഹദ്ദാദ് റാത്തീബിലുള്ള ദിക്റുകളൊക്കെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതല്ലേ. വലിയ വലിയ പരിശുദ്ധമാർന്ന ദിക്റുകളല്ലേ അതിലുള്ളത്. സുബ്ഹാനല്ലാഹ്. എന്താണ് അയാളത് ഒഴിവാക്കാൻ പറയാൻ കാരണം? കുറെ കാലമായില്ലേ നിങ്ങളിത് ചൊല്ലുന്നത്, എന്നിട്ട് എന്താ നിങ്ങൾക്ക് നേട്ടം കിട്ടിയത്? ചോദിക്കുന്നു, ഉമ്മ നിങ്ങളെ അസുഖത്തിന് വല്ല മാറ്റമുണ്ടോ? നിങ്ങളെ അസുഖത്തിന് വല്ല കുറവുണ്ടോ? വല്ല പ്രശ്നങ്ങൾക്ക് വല്ല മാറ്റമുണ്ടോ? ഇവിടെ കുടുംബത്തിൽ എത്ര ആളുകൾക്ക് രോഗം വന്നത് മാറിയോ എന്ന സംശയങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ട് ഘട്ടം ഘട്ടമായി അത് നിർത്തലാക്കുന്നു. അപ്പോഴാണ് ആ കുടുംബത്തിൽ ഒരാൾ മരിക്കുന്നത്. മരിക്കുന്ന സമയത്ത് ഒരു 70,000 തഹ്ലീൽ ചൊല്ലുന്ന നല്ലൊരു സമ്പ്രദായം പഴയകാലം മുതൽക്ക് പണ്ഡിതന്മാർ ചെയ്തു പോരുന്നുണ്ട്. ദീനീ രംഗത്ത് സ്ഥിരപ്പെട്ടതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അടക്കം അവിടുത്തെ തുഹ്ഫയിൽ 70,000 തഹ്ലീൽ ചൊല്ലുന്ന വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, ഒരുപാട് പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുണ്ട്. അത് മുജറബായി പരിശോധിച്ച് തെളിഞ്ഞ വിഷയവുമാണ്. ആ 70,000 തഹ്ലീൽ ചൊല്ലാനിരിക്കുമ്പോ പരിഷ്കാരിയായ ഈ മനുഷ്യൻ ആ കുടുംബത്തിലെ മുതിർന്ന അംഗത്തോട് പറയുന്നു, ഏറ്റവും നല്ലത് ഖുർആനോത്തല്ലേ, ഖൈറുൽ കലാമി കലാമുല്ലാഹ്. ഖുർആനോത്തിനേക്കാളും വലുത് വേറെന്തെങ്കിലും ഉണ്ടോ? നമുക്കെല്ലാവർക്കും കൂടിയിട്ട് കുറച്ച് ഖുർആൻ അങ്ങ് ഓതിയാൽ അതല്ലേ നല്ലത്. കേട്ടാക്കരുതും മയ്യത്തിന് തോനക്കൂലി കിട്ടാനാണ് ഈ മനുഷ്യൻ പറയുന്നത്. അല്ല സഹോദരങ്ങളെ, തഹ്ലീൽ ചൊല്ലുന്ന സമ്പ്രദായം നിർത്തലാക്കലാണ് അയാളെ ലക്ഷ്യം. അതിനാണ് അയാൾ ഇങ്ങനെ പറയുന്നത്. ഖുർആൻ ഓതലല്ലേ നല്ലത്. നമ്മളങ്ങ് ഖുർആൻ ഓതിയാലും മയ്യത്തിന് നല്ല റാഹത്ത് കിട്ടൂലേ. ഖുർആൻ ഓത്ത് മയ്യത്തിലേക്ക് എത്തും, ശരിയാണ്. പക്ഷേ ഇവന്റെ ലക്ഷ്യം തഹ്ലീൽ നിൽക്കണം, മൗലിദ് നിൽക്കണം. അതെല്ലാം നിർത്തിയിട്ട് ആ സ്ഥാനത്ത് ഇപ്പൊ ഖുർആനോത്ത്. കുറച്ചുകൂടി കഴിയുമ്പോ ഖുർആനോത്തും നിർത്തും. ഒറ്റയടിക്കവൻ നിർത്തൂല, ഘട്ടം ഘട്ടമായിട്ടേ നിർത്തൂ. ഇത്തരത്തിൽ രോഗമുള്ള പുതിയാപ്പളമാര് പല സ്ഥലങ്ങളിലും കയറിക്കൂടി വരുന്നുണ്ട്. 2 ദിവസം മുമ്പ് നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ, 2 ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് നടന്ന ഒരു സംഭവം കാണാം. ആ സ്ഥലത്ത് നല്ല നിലക്ക് സുന്നിയായ ആശയങ്ങളോടുകൂടി ജീവിച്ചിരിക്കുന്ന കുടുംബത്തിലേക്ക് കയറി വന്ന പുതിയാപ്പിള, ആ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച പുതിയാപ്പിള. ആ പുതിയാപ്പിളക്ക് ആ വീട്ടിൽ കാര്യമായി പറ്റാത്തൊരു വിഷയം ഒന്നേ ഉള്ളൂ. എന്താണ് പറ്റാത്തത്? ആ വീട്ടുകാരെ ഹദ്ദാദ് ചൊല്ലുന്നത് അയാൾക്ക് സഹിക്കൂല. ഹദ്ദാദിന് അയാൾ ഭയങ്കര എതിരാണ്. എന്താണ് എതിർക്കാൻ കാരണം എന്ന് ചോദിക്കുമ്പോ, ഹദ്ദാദിൽ കുറെ മരിച്ചുപോയ ആളുകളെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ ഓതുന്നുണ്ട്. അതൊക്കെ വെറുതെ ഒരു പണി ചെയ്യാൻ അതുകൊണ്ടൊരു കാര്യമില്ല. എത്ര കാലമായി ജനങ്ങൾ ചെയ്യുന്ന വിഷയമല്ലേ എന്ന് ചോദിക്കുമ്പോ, ആളുകൾ അങ്ങനെ പലതും നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇയാൾ ചോദിക്കുന്നു, ഹദ്ദാദ് നബി ഞങ്ങളുടെ കാലത്തുണ്ടോ? ഇയാളെ ചോദ്യമാണ്. സ്വഹാബിമാർ ചൊല്ലിയിട്ടുണ്ടോ? താബിയുകൾ ചൊല്ലിയിട്ടുണ്ടോ? ഈ സംശയങ്ങളൊക്കെ ഉന്നയിച്ച് ആ വീട്ടുകാരിൽ നിന്ന് ഹദ്ദാദ് നിർത്തലാക്കാൻ പദ്ധതിയിടുന്നു. പക്ഷേ ഈമാനുള്ള ഒരു വല്യുമ്മ, ആ വീട്ടിലുള്ള വല്യുമ്മ പറഞ്ഞു, ഹദ്ദാദ് റാത്തീബിനെ നീ എതിർത്തുകൊണ്ട് ഈ വീട്ടിൽ താമസിക്കണ്ട. ഹദ്ദാദ് റാത്തീബിനെ എതിർത്തിട്ട് നീ ഈ കുടുംബത്തിൽ ഒരു അംഗമായി കൂടണ്ട. നിനക്ക് ഇവിടെ നിന്ന് ഒരു കല്യാണം കഴിച്ചു തന്നു എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ ഞങ്ങൾ
ചെയ്ത തെറ്റ്. എന്റെ കുട്ടി ഹദ്ദാദ് ചൊല്ലുമ്പോ ആ കുട്ടിയോടുകൂടെ നിനക്ക് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് 2 3 മക്കൾ ജനിച്ചിട്ടുണ്ട്, ശരിയാണ്, അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം. ആ പെൺകുട്ടിയെ ഇവിടെ ആക്കിയിട്ട് നിന്റെ വഴിക്ക് നീ പോകണം. ഇവിടെയുള്ള ഒറ്റാളെയും ഹദ്ദാദ് നീ നിർത്തലാക്കരുത്. അത് ആഖിറത്തിലേക്ക് വേണ്ടി ഞങ്ങൾ ചൊല്ലുന്ന ദിക്റുകളാണ്. ഹദ്ദാദിലുള്ള ദിക്റുകളൊക്കെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ദിക്റുകളാണ്. വളരെ ശ്രേഷ്ഠതയുള്ള ദിക്റുകൾ അതിൽ ചൊല്ലുന്നുണ്ട്. ഫാത്തിഹ ഓതുന്നത് മഹാന്മാരുടെ ഹദ്റത്തിലേക്ക്. ഫാത്തിഹ ഓതുന്നത് ഒരിക്കലും തെറ്റല്ല. മഹാന്മാര് ഫാത്തിഹ ഓതാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഖബറിന്റെ സമീപം ഓതാറുണ്ട്, അല്ലാതെയും ഓതാറുണ്ട്. ഓതിയിട്ടവരെ ഹദ്റത്തിലേക്ക് എത്താൻ വേണ്ടി ദുആ ചെയ്യാറുമുണ്ട്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ആ വല്യമ്മയുടെ ഇടപെടൽ കാരണം ആ ചെറുപ്പക്കാരൻ സംഗതി നടക്കാതെ തോറ്റുപോയി. അതേ സമയത്ത് എന്റെ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, വിദേഹത്തിന്റെ കറ അപ്പുറത്തുണ്ടോ? കോടീശ്വരനാണെങ്കിലും നിങ്ങളെ മകൾക്ക് അയാളെ തെരഞ്ഞെടുത്തുകൂടാ. ഒന്നാമതായിട്ട് സുന്നിയത്തായ മകൾക്ക്, സുന്നിയത്തായ പെണ്ണിന് വിദേഹത്തുകാരൻ കുഫുവക്കൂല. അപ്പൊ പറയണെന്താ പറയുന്നത്? നമ്മളെ നാട്ടിലെ ഭാഷ എന്താണ്? അത് ഓനെ നമ്മളെ കുടുംബത്തിലേക്ക് ഒരു പുതിയാപ്പിളാക്കി ചേർക്കല്ലേ? അത് നമുക്ക് അങ്ങോട്ട് ശരിയാക്കാം. എന്ത് ശരിയാക്കാം? ശരിയാക്കാനുള്ള മെഷീൻ ഇവിടെ എങ്ങനെ ശരിയാക്കാന്നാ പറയുന്നത്? എന്താണ് അയാൾക്ക് ഒരു മുടി കൊടുക്കാനുള്ള കാരണം? നല്ല മഞ്ഞണ്ട് അയാളെ കയ്യിൽ, ദുനിയാവ് മഞ്ഞ മഞ്ഞ പണം മോഹിച്ചിട്ട് വിദേഹത്തുകാരന് അങ്ങത്തും കൊടുക്കരുത്. എന്റെ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, കുടുംബം കുളം തോണ്ടി പോകും. വിശ്വാസ രംഗത്ത് നിന്ന് ഘട്ടം ഘട്ടമായി ഓരോരുത്തരെയും പിടിച്ചിറക്കും. നിങ്ങൾ ഗൾഫിലേക്ക് മക്കളെ പറഞ്ഞേക്കുമ്പോഴും നന്നായി ശ്രദ്ധിക്കണം. എവിടെങ്കിലും പോയിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി എടുത്ത് വരട്ടെ എന്നൊരു ബാപ്പയും ഒരു ഉമ്മയും തീരുമാനിക്കരുത്. ആരെ കീഴിലാണ് ജോലി എടുക്കുന്നത് എന്ന് ശരിക്കും അന്വേഷിച്ച് ഉറപ്പിക്കണം. ഏതെങ്കിലും നമ്മളെ നാട്ടുകാരനായ മുതലാളി ആര് വിദേഹത്തുകാരന്റെ കീഴിലാണോ? 2 വർഷം കഴിഞ്ഞ് ചെറുപ്പക്കാരൻ വീട്ടിലെത്തിയാൽ മുറുമുറുപ്പ്. ലീവ് കിട്ടിയത് സഫർ മാസം ഒടുവിലാണ്. റബീഉൽ അവ്വലിന് വീട്ടിൽ മൗലൂദ് ഓതുമ്പോൾ ആദ്യം തുടങ്ങി. നീ തുടങ്ങി കുറെ കൈതരാകം. അവന്റെ ഭാഷയിലാണ് കൈതരാകം. മൗലിദിനെ പറ്റിയാണ് അവൻ പറയുന്നത്. എപ്പോഴാ അവന് മൗലിദ് ദഹിക്കാതെയായത്? അവന് വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ അതിന്റെ തലേ ദിവസം ഉസ്താദ്മാർക്ക് കൂടി പത്രപൈത്ത ചൊല്ലിയത്, ദുആ ചെയ്തിട്ട് റാഹത്തോടെ ഇറക്കിയത്. തിരിച്ചു വന്നപ്പോഴേക്ക് എന്താ കുഴപ്പമുണ്ടായത്? അവന് കാശ് കൊടുത്ത മുതലാളി ഇതിന്റെ ഏറ്റവും വലിയ എതിർപ്പുള്ള ആളാണ്. അയാൾ കൊടുത്ത ഇഞ്ചക്ഷനാണ് ഇവന്റെ ശരീരത്തിൽ ഫലിച്ചിരിക്കുന്നത്. ആ മരുന്നാണ് ഇവിടെ വീട്ടിൽ വന്ന് ചെലവഴിക്കുന്നത്. ഇവിടെ മൗലിദ് ഓതാൻ പറ്റൂല എന്ന് അവൻ പറയാൻ എന്താ അധികാരം? ആ വീട് പുനർനിർമ്മിക്കുമ്പോ ഒരു 10-20 ലക്ഷം അവന്റെ കയ്യിൽ നിന്ന് ചെലവാക്കിയിട്ടുണ്ട്. അപ്പൊ അവന്റെ വീടായിട്ട്